എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അധികം ആരും കഴിച്ചിട്ടുണ്ടാവും വഴിയില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ് കേട്ടോ. ഇത് ചുക്കോനി എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത്. പാൽപ്പാലി ചുക്കോനി എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം. ഈ ചുക്കോനി എന്ന് പറഞ്ഞിട്ടുള്ള റെസിപ്പി നേപ്പാളി ഡിഷാണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ നന്നാവോ, ടേസ്റ്റ് ഉണ്ടാവുമോ എന്നല്ലേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സ്വാദുള്ള ഭക്ഷണം ഏത് നാട്ടിലാണെങ്കിലും നമ്മൾ ടേസ്റ്റോട് കൂടി കഴിക്കേണ്ടതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി വേവിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ചേരുവകളൊക്കെ ഈ ഒരു ഉരുളക്കിഴങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് കൂടുതൽ വേണ്ടവർക്ക് കൂട്ടി ചേർക്കാം കേട്ടോ. നന്നായിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളായി ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ഉള്ളിയാണ്. വലിയ ഉള്ളി ഞാൻ മീഡിയം സൈസിലുള്ള ഒരു വലിയ ഉള്ളി കനം കുറഞ്ഞരിഞ്ഞ് ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനൊരു 5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് മല്ലിയില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുഴുവൻ വേണ്ട. ഇതൊന്ന് അരയ്ക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ അത്യാവശ്യം വലുപ്പത്തിൽ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി അരച്ചതിന് ശേഷം ഇതിൻ്റെ നേർപകുതിയെ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് അരച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് പൊടിച്ചെടുക്കാനുള്ള ചേരുവകളുണ്ട്. അതിനുവേണ്ടി ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളുത്തെള്ളോ കറുത്തെള്ളോ ഏതായാലും കുഴപ്പമില്ല. എള്ളും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. എള്ള് പൊട്ടി വരുന്ന സമയമാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പരുവം. എന്നിട്ട് അത് നന്നായി പൊടിച്ച് വയ്ക്കണം. ഇപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നേർപകുതി ഇത്രയും നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എള്ളും ജീരകം കൂടിയുള്ളതും പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ട തൈര്, അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ഇതിന് ചേർക്കാനായിട്ട്. ഏകദേശം ഒരു 4 വലിയ ടേബിൾ സ്പൂണ് ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം. മിക്സിയിലൊന്നും വെച്ച് അടിക്കേണ്ട. അതുപോലെ സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ടയൊക്കെ കളഞ്ഞ് അടിച്ചെടുക്കണം. ഇതിൻ്റെ തിക്ക് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി നോക്കാം. ഇത് ചെറുതായിട്ട് ഇങ്ങനെ കുഴമ്പ് രൂപത്തിലുള്ള ഒരു ഗ്രേവി ആയിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒന്ന് ഇളക്കി നോക്കിയിട്ട് നമുക്കതിൻ്റെ പരുവം കറക്റ്റാണോ നോക്കി നോക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ട കഷ്ണങ്ങളൊക്കെ ചേർത്ത് വരുമ്പോൾ അതിൻ്റെ പരുവം മനസ്സിലാവും. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സവോളയും പച്ചമുളകും കൂടി നന്നായിട്ട് തിരുമ്പി ചേർത്തിട്ടുള്ളതാണ് കേട്ടോ ചേർക്കണത്. നന്നായിട്ട് രണ്ടും കൂടി നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്പി ചേർക്കണം. പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ മാറ്റി വെച്ചല്ലോ അത്, പിന്നെ റോസ്റ്റഡ് ജീരകവും എള്ളും കൂടി ഉള്ളത് പൊടിച്ചതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പാൽപ്പാലി ചിക്കോനിക്ക് ശരിക്കും ഇത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ചിലവർ ഇതിൽ കുക്കുംബർ ചേർക്കും, അല്ലെങ്കിൽ ക്യാരറ്റ് ചേർക്കുന്നവരുണ്ട്. അതുപോലെ ചിലവർ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാറില്ല. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കേട്ടോ ഇത് തയ്യാറാക്കുക. എന്തായാലും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ഇളക്കി വന്നപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ടൈറ്റായ പോലെ തോന്നി. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല തിക്കായിട്ടുള്ള ഈ ഒരു പരുവത്തിൽ നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ഉള്ള റൈത്ത ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിലുള്ള ഒരു കൊഴുപ്പിലാണ് കേട്ടോ ഇത് വേണ്ടത്. ഇപ്പം നമ്മളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഒരു വറവ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് അവർ കടുകെണ്ണയിലാണ് സാധാരണ ചെയ്യുക. ഞാനിതിലിപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് 1/2 സ്പൂൺ കടുകും അതുപോലെ 1/2 സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് നന്നായി പൊട്ടി വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് ഇതിലേക്ക് നമുക്ക് കൂട്ടി കൊടുക്കാം. ഈ ഒരു ലാസ്റ്റ് ചേർക്കുന്ന ഈ വറവും കൂടിയും ചേരുമ്പോൾ ആ കറിയുടെ ടേസ്റ്റ് ഇരട്ടിയാവുകയാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഈ ഒരു നേപ്പാളുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പാൽപ്പാലി ചുക്കോനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു കറി നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പം, അതുപോലെ ബിരിയാണി, ഗീ റൈസ്, സാദാ ചോറിനൊപ്പം അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. എന്നും ഉണ്ടാക്കുന്നതിൽ നമുക്ക് വ്യത്യാസമായിട്ടുള്ള രുചികളൊക്കെ കഴിക്കാൻ ഇപ്പോഴും ഇഷ്ടമല്ലേ. അങ്ങനെയുള്ളവർക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുന്ന തീർച്ചയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലേ ഞാനിടുന്ന റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ. വേറൊരു ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായി കാണാം. താങ്ക്